Hi all, welcome to Shortcuts. ഷോർട്ട് ഫിലിംസിന്റെ ടെലിവിഷൻ പ്രീമിയറിംഗ് ഷോയായ ഷോർട്ട്കട്സിന്റെ ഒരു പുതിയ എപ്പിസോഡ് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഷോർട്ട്കട്സിലൂടെ ഇന്ന് നമ്മൾ പ്രീമിയർ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിമിന്റെ പേരാണ് AB നെഗറ്റീവ്. AB നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ AB നെഗറ്റീവ് എന്ന ഷോർട്ട് ഫിലിമിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം, അത് കാണാം. അത് പ്രീമിയറിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അവരെ ആദ്യം പരിചയപ്പെടാം. വെൽക്കം ടു ദി ഷോ. പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് രജീഷ് കുമാർ എന്നാണ്. ഞാൻ തേവര സേക്രഡ് ഹാർട്ടിലാണ് പഠിച്ചത്. ഞാനാണ് ഈ പടത്തിന്റെ വൺ ഓഫ് ദി ഡയറക്ടറാണ്. ഒരാളും കൂടി ഉണ്ട്, റോണി എന്നാണ് പേര്. പുള്ളി ഇപ്പോൾ ഡൽഹിയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ AB നെഗറ്റീവ് എന്ന ഷോർട്ട് ഫിലിം? AB നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോളേജ് ഞങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോട്ട് ആവുന്ന സമയത്ത് എടുത്ത ഒരു എന്താ പറയാ സിനിമ എന്ന് അതിനെ പറയാൻ പറ്റില്ല, നമ്മളൊരു ജീവിതം പോലെ കണ്ടൊരു ഇതായിരുന്നു. ആ സമയത്ത് യൂട്യൂബുകളിലെല്ലാം ഷോർട്ട് ഫിലിമുകളെല്ലാം കണ്ട് ഷോർട്ട് ഫിലിമിന്റെ ഒരു നല്ലൊരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ഈ തിങ്ക് വരുന്നത്. ഇത് ഞങ്ങളിത് പൂർത്തീകരിക്കാൻ പല കാരണങ്ങൾ കൊണ്ടും ഒരു വർഷത്തോളം ഞങ്ങളിത് പൂർത്തീകരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിത് തുടങ്ങിയപ്പോൾ ശരിക്കും ഇത് അറ്റം വരെ എത്താൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ ഇതെടുത്തത്. എന്നാലും ഞങ്ങളുടെ മാക്സിമം ഞങ്ങളുടെ ഒരു പരിമിതമായ അറിവ് വെച്ച് മാക്സിമം ചെയ്യാം എന്നുള്ളൊരു വിശ്വാസത്തോടെ ഇറങ്ങിയതാണ്. ആദ്യം നമ്മളിത് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിസ്സാഹാരം രൂപയെ ചെലവാവുള്ളൂ എന്ന് വിചാരിച്ചിറങ്ങിയത്. അതിനുശേഷം നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ചിലത് മാറിപ്പോയപ്പോൾ ഇതിൽ ഫണ്ടമെന്റൽ ആയിട്ടൊരു ഫാക്ടർ ഫണ്ട് തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ മെഡിക്കൽ ട്രസ്റ്റുകാരായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു ബ്ലഡ് ഓറിയന്റഡ് തീം ആയതുകൊണ്ടും അവർക്ക് ഇതിനോട് കഥയായിട്ട് താല്പര്യപ്പെട്ടതുകൊണ്ടും അവര് നമുക്ക് ഫണ്ട് റിലീസ് ചെയ്തു. അങ്ങനെ അവരുടെയും കൂടി ഒരു ടൈപ്പും കോളേജിന്റെയും സാറുമാരുടെയും ബാക്കി കുറെ മെമ്പേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മുടെ 3 സാറുമാരുണ്ടായിരുന്നു, വർഗീസ് സാറ്, സിബി സാറ്, ബെന്നി സാറ്, പിന്നെ രാജേഷ് സാർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലും ഓറിയന്റൽ ലാംഗ്വേജസിൽ മാത്യു സാറ്, ജോബി സാറ്, അങ്ങനെ കുറെ സാറുമാരുടെയും കൂടി ഒരു സഹായത്തോടു കൂടി മുന്നോട്ടിറങ്ങിയതാണ്. ശരിക്കും ഞങ്ങൾ ഇതിൻ്റെ ഉള്ള ആരും ആ സമയത്ത് പ്രൊഫഷണൽ ആയിരുന്നില്ല. കോളേജുകളിൽ ഫിലിം ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, എഡിറ്റേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു വെഞ്ചറാണ് ശരിക്കും ഈ സിനിമ. അത് ദൈവത്തിന്റെ ഒരു ഭാഗ്യം കൊണ്ടും ബാക്കിയുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടും ഞങ്ങൾക്ക് ഇതൊരു കംപ്ലീറ്റ് ചെയ്തൊരു പ്രോസസ്സിലോട്ട് എത്താൻ പറ്റി. അത് ആൾക്കാർ നല്ല രീതിയിൽ സ്വീകരിച്ചു എന്നാണ് വിശ്വാസം. ആദ്യമായിട്ടാണോ ഡയറക്ട് ചെയ്യുന്നത് ഈ ഷോർട്ട് ഫിലിമാണ്? ഇതിനു മുമ്പ് ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്, നമ്മുടെ വൈപ്പിൻകരയെ ബേസ് ചെയ്തിട്ട്. +2 ജേർണലിസം പഠിച്ചപ്പോൾ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂസും അതിനോടൊപ്പം ഒരു ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ്? ആദ്യമൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതൊരു 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ ഉള്ളിലുള്ള ഡിസ്കഷൻസും അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന തീരുമാനങ്ങളായിരുന്നു ഇതിൻ്റെ ഉള്ളൊരു ബേസിക് ഫാക്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കളക്റ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയത്. അതായത് ഒരിക്കലും ഒരാൾ വന്നിട്ട് ഇത് ചെയ്യാം അല്ലെങ്കിൽ നാളെ നമുക്ക് ഇത് ചെയ്താൽ മതി എന്നല്ല പറഞ്ഞിരുന്നത്. നമ്മളൊരു കളക്റ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ അത് എത്രത്തോളം നമുക്കത് റെസ്പോണ്ട് ചെയ്ത് കിട്ടും എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങളൊരു ഷോട്ട് തീരുമാനിക്കുള്ളായിരുന്നു. എല്ലാവരും കൂടെ കൂട്ടായിട്ടുള്ള ഒരു വെഞ്ചറാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ ജോസഫ് സെബാസ്റ്റ്യൻ, ഈ ഫിലിമിന്റെ ക്യാമറാമാൻ ആയിരുന്നു ഫിലിമില്. അപ്പോ ഈ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിമിങ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഞങ്ങളുടെ ഉള്ളിൽ ആളുകൾക്ക് ചെയ്യാവുന്നതിൽ ബെസ്റ്റ് ആയിട്ട് ചെയ്യാവുന്നത് എന്താണ്, ഇപ്പോൾ ആക്ടിങ് ചെയ്യാവുന്ന ഒരാൾ ആക്ടിങ്, ഇപ്പോൾ ക്യാമറ ചെയ്യാവുന്ന ആൾക്കാരിൽ അങ്ങനെ വന്ന് ഞാൻ ഇതിൻ്റെ ഒരു ക്യാമറാമാൻ ആയതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു ഒരു പ്രൊഫഷണലായിട്ട് പഠിക്കാത്തത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് തന്നെ യൂട്യൂബിലിരുന്ന് അതിന്റെ ട്യൂട്ടോറിയൽസ് കണ്ടു, നോട്ട്സ് എഴുതിയെടുത്തു. എന്നാലും പിന്നെ മനസ്സിലായി നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് പഠിക്കുന്നത് പോലെയല്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാമറ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്ത ക്യാമറയും വളരെ സിമ്പിൾ ആയിരുന്നു. ഒരു ചെറിയൊരു ഹാൻഡി ക്യാം യൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു അത്ര പ്രൊഫഷണൽ ടച്ചുള്ള ക്യാമറയും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾക്ക് ഒരു ക്യാമറ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം ആയില്ല, അതിന്റെ എല്ലാ ടെക്നിക്കൽ സൈഡിലും നമ്മൾക്ക് അതുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന ഒരു റെഡൊക്കെ വെച്ച് എന്റെ കയ്യിൽ കിട്ടിയിട്ടൊന്നും കാര്യമില്ല എന്നുള്ള തോന്നൽ ഞങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡി ക്യാം യൂസ് ചെയ്തു. എന്നാൽ കഴിയാവുന്ന രീതിയിൽ
ഒരു ഷോർട്സ് ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഈ ട്യൂട്ടോറിയൽസ് ഒക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് നമ്മളെ? ഒരു വിധത്തിലൊക്കെ എങ്ങനെ നമ്മളെങ്ങനെ ഷോർട്സുകൾ എടുക്കാം, എങ്ങനെയാണ് ഒരു ഷോർട്സ് എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ പ്ലേസ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ എന്നല്ലാതെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് വരാതെ ഒന്നും നമുക്ക് അതിലേക്കൊന്നും ബാക്കിയെല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ. അതെ, നമുക്ക് ക്യാമറ ഇതൊക്കെ പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉള്ളില് മെയിൻ ആയിട്ട് ഒരു പാഷനും അല്ലെങ്കിൽ നമുക്കുള്ളിലുള്ള ഒരു പാഷനാണ് ഇതിലേക്ക്. അപ്പൊ ഇനി നമുക്ക് ബാക്കില് ക്രൂ മെമ്പേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടുത്തിക്കോളൂ. നമസ്കാരം, എൻ്റെ പേര് മാധവ് വിഷ്ണു. ഞങ്ങൾ എബിനെറ്റിന്റെ എഡിറ്റിങ്ങും പിന്നെ അഭിനയം അതിൻ്റെ ലീഡ് റോള് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഞാനാണ്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ കോളേജിൽ ആദ്യമായിട്ടൊരു ഷോർട്ട്, ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. കാരണം ഒരു മലേഷ്യസ് ഹാൾ എന്ന് പറഞ്ഞൊരു AC ഹാളുണ്ട്, പ്രൊജക്ഷൻ നടക്കും, നമുക്ക് സിനിമയിൽ തിയേറ്ററിൽ ആൾക്കാർ കയറ്റുന്ന പോലെ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റൂടാ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഒരു സോഷ്യൽ തീമാണ്, നമ്മൾ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് കണക്ട് ആക്കാൻ പറ്റുന്ന ഒരു തീം എല്ലാം കൂടി കണക്ട് ചെയ്ത് വന്നപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എബിനേറ്റീവ് ഉണ്ടാകുന്നത്. പിന്നെ കുറെ ചർച്ചകൾ എല്ലാം കൂടി കണക്ട് ചെയ്തപ്പോൾ എബിനേറ്റീവ്. പിന്നെ സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ റിലീസ് ചെയ്ത് ആ ദിവസം ഒരു ഷോ പോലെ കണ്ട് ആൾക്കാർ ഇറങ്ങി, അടുത്ത ആൾക്കാർ കയറി, അവസാനം ഞങ്ങളുടെ PRO വന്നിട്ട് ഡോറിന്റെ ഫ്രണ്ടിൽ നോട്ട് എഴുതിയിട്ട് ഹൗസ്ഫുൾ, ഇനി ആരും കേട്ടില്ല. ആ പേപ്പർ ഇന്നും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സിനിമ ചെയ്തു ഇറക്കി അത് കണ്ടു എന്നുള്ളതിനേക്കാളും ഒന്നും അറിയാത്ത സമയത്ത് നമ്മൾ ഈ കൊച്ചു പിള്ളേർ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കണ പോലെയായിരുന്നു. അങ്ങനെ ഒരുപാട്, ഈവൻ ഈ പടത്തിന് സ്പോൺഷിപ്പ് കിട്ടിയത് പോലും അങ്ങനെ ഒരു അബദ്ധത്തിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. സ്പോൺഷിപ്പിന് വേണ്ടി ചെറിയ ചെറിയ കടകൾ തേടി നടക്കുകയാണ്. അങ്ങനെ പള്ളിമുക്ക് രഘുവരെത്തി. അപ്പൊ മഴ, നല്ല മഴ. അവസാനം എവിടെ കയറി, മഴയാണ്. അപ്പൊ മെഡിക്കൽ റെസ്റ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്, അവിടെ കയറി നിൽക്കുക. എന്നിപ്പോ ഞാനിങ്ങനെ മഴ മാറണമല്ലോ, അവിടെ എന്ത് ചെയ്യും? അപ്പൊ ആള് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ. ഞാൻ പറഞ്ഞു മഴ മാറി അപ്പൊ പോവാം, ആ കട തപ്പ ഈ കട ഞാൻ അവനോട് പറയാം. അപ്പം പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചാലോ. ഞാൻ പറഞ്ഞു മെഡിക്കൽ ട്രസ്റ്റ് ആണ്, ഇത്ര വലിയ ഹോസ്പിറ്റൽ, അവർ തരുമൊന്നുമില്ല. ചുമ്മാ ചോദിക്കുക, പോയൊരു വാക്കല്ലേ, നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞു. എന്തായാലും ഹോസ്പിറ്റലും കൂടെ ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെറുതെ, എനിക്കൊരു പ്രതീക്ഷയില്ല, ചുമ്മാ കയറി ബിജു സാർ PRO കണ്ടു. ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സാധാരണ എല്ലായിടത്തും ചിലപ്പോൾ ഈ വെയിറ്റിംഗ് പതിവാണ്. അപ്പൊ ഞാൻ മഴ മാറിയോ നോക്കുകയാണ്. ആള് ഭയങ്കര, അവർ കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് തുക അവർ അനുവദിക്കുകയാണ്. ടീം ബ്ലഡ് ഓറിയന്റഡ് ആണ്, ഹോസ്പിറ്റൽ വേണം, അപ്പൊ എല്ലാം കൂടി കണക്റ്റഡ് ആയി വന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് നിമിത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ സിനിമ സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഷോർട്ട് കട്ട്സിൽ ഇനി ഒരു ചെറിയ ഇടവേള. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് അല്ലേ? അതെന്താ സംഭവം? അത്യാവശ്യമായിട്ട് നിന്റെ ബ്ലഡ് ഒന്ന് വേണമായിരുന്നു. റെയർ ഗ്രൂപ്പാ, കിട്ടാനേ ഇല്ല. ഒന്ന് വാടാ. പോടാ, നിനക്ക് വേറെ പണിയില്ലേ? Malabar Gold and Diamonds. Shortcut brought to you by Royal Weddings for every Indian bride. Malabar Gold and Diamonds. Chicken, it's my choice. Powered by Kalyan Silks അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്. മമ്മി, പോത്തിനെ പോലെ കിടന്ന് ഉറങ്ങുവാ. ഇനി ലഞ്ചല്ലേ എപ്പ റെഡിയാകാനാ? അതിനല്ലേ ചാക്സൺ കുക്കർ. പിന്നെ കൂർക്കം വലിച്ചുറങ്ങുമ്പോ തനിയെ കുക്ക് ചെയ്യാൻ ചാക്സൺ എന്താ റോബോട്ടാ? ദാ ലഞ്ച് റെഡി. ഇതെങ്ങനെ മമ്മി ഇത്ര പെട്ടെന്ന്? രാത്രിയിൽ അരി തിളപ്പിച്ച് ഇങ്ങനെ ചാക്സണിൽ വെക്കുക. ഉറങ്ങിയുണരുമ്പോൾ ചോറ് റെഡി. ഇങ്ങനെ ചാക്സൺ കുക്കർ. സമയലാഭം, ഇന്ധനലാഭം. TUV Rainland NIFE Academy, Fire and Safety, Lift Technology, Fiber Optics, Retail Management. TUV Rainland NIFE Academy. ഇതല്ലേ ശരിയായ തീരുമാനം. എക്സസൈസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം അല്ലേ ഇത്? അതുപോലെ തന്നെ ഗതയായിട്ട് ഉപയോഗിക്കാം. വെജിറ്റബിൾസ് ആക്ച്വലി ഇഫ് ദേ ഗ്രോ ബിഗ് സൈസ് ആൻഡ് ഓർഗാനിക്കലി ഗ്രോ വെൽ, യു കൻ ആക്ച്വലി യൂസ് ദം ഫോർ എക്സസൈസ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഉച്ച ആകുമ്പോഴത്തേക്ക് ഇതിനെ കൂട്ടാൻ വയ്ക്കാൻ ഉപയോഗിക്കും അല്ലേ? Prasadam, the one and only healthy vegetarian food show with me, Chef Anil Kumar. Every Friday, 8:30 p.m. UAE time, 10 p.m. India time. Don't miss it. Al Rawabi Prasadam,
Brought to you by Al-Rawabi Milk. Makes your bones stronger, muscles stronger, and reduces fatigue. Powered by Feltron, New Age Electronics and Home Appliances. और वो ब्लू रिवॉल्यूशन है हमारी सामुद्रिक संपत्ति फिशरीज. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കീഴിൽ വരുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ്. ആൽഗി എന്ന് പറയുമ്പോൾ നമ്മുടെ കടലിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കടൽ പായലുകളിൽ ഒന്നാണ്. ഒരു നവജാത ശിശുവിന് അമ്മയുടെ മുലപ്പാൽ എന്ന പോലെ ഇവയ്ക്ക് പ്രകൃതിദത്തമായ ആഹാരം കൊടുത്തെങ്കിൽ മാത്രമേ ഇവയെ ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൂട് കൃഷിക്കുള്ള സാങ്കേതിക വിദ്യ ഇതൊക്കെ നമ്മൾ ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട്. ജനക്ഷേമം പവേഡ് ബൈ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. വെൽക്കം ബാക്ക് ടു ദ ഷോ. യു ആർ വാച്ചിങ് ഷോർട്ട് കട്ട്സ്. ബാക്ക് ടു ദ ചാറ്റ്. അടുത്ത ആളെ പരിചയപ്പെടുത്തി. എൻ്റെ ഒരു ഷാന ജോസ്, ഇവരുടെ ക്ലാസ്മേറ്റ്. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല, ക്ലാസ്സിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം ചെയ്തത്. കാര്യം ഞങ്ങളുടെ ഒരു സത്യം പറഞ്ഞ ഡ്രീമാണ് ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുക എന്നുള്ളത്. കാര്യം ഞങ്ങൾ 3-4 വർഷം മുമ്പ് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്താണെങ്കിലും പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിനൊരു അംഗീകാരമായിട്ട് ഞങ്ങൾ ആക്ച്വലി താങ്ക് യു ഫോർ കോളിംഗ്. എന്ന് വെച്ചാൽ ഞങ്ങൾ വിളിച്ചത് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഞങ്ങൾക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ചെറിയ ഷോർട്ട് ഫിലിം അതായിരുന്നു ഞങ്ങളുടെ ബേസ്. അപ്പോൾ ഞങ്ങൾ പലരും ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 3-4 ഷോർട്ട് ഫിലിം ചെയ്തു. ഇപ്പോൾ സിനിമയിലേക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് അഭിനയിക്കാൻ വിളിക്കുന്നത് തന്നെ നമ്മൾ ചെറിയ നാടകം പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പിൻ്റെ ഒരു സ്വപ്നമായിരുന്നു, നമുക്കിത് എന്തെങ്കിലും ചെയ്യണം, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ആ ബ്ലഡിൻ്റെ കാര്യമൊക്കെ. പലരും ബ്ലഡ് ചോദിച്ച് ചെല്ലുമ്പോഴാണെങ്കിലും അവരുടെ ചിലർ പൈസ ചോദിക്കും, പൈസ എന്തെങ്കിലും കിട്ടുമോ, അങ്ങനെയുള്ളവരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇല്ലാന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുക. പിന്നെ അതേപോലെ ഈ നല്ല അനുഭവങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നത്. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് ലൈറ്റ് ഇതേപോലെ ലൈറ്റ് ഞങ്ങൾക്ക് അപ്പോൾ ലൈറ്റ് ആകാറിയാം. അപ്പോൾ ഞങ്ങളൊരു ഈ പന്തൽ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് ചേട്ടാ 4 MH വേണം, 150 രൂപ അല്ല 250 രൂപ MH വെച്ച് 3 MH ഞങ്ങൾ അന്ന് വാടകയ്ക്ക് എടുത്ത്. അത് അടിച്ചപ്പോൾ മനസ്സിലായി ഈ ലൈറ്റ് അല്ല ഉപയോഗിക്കേണ്ടതെന്ന്. അങ്ങനെ പിന്നെ അതേപോലെ ഷൂട്ടിംഗ് സമയത്താണെങ്കിലും നമ്മളൊരു കാസ്റ്റ് ചെയ്യും, നമ്മുടെ ക്ലാസ്സിലെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു വണ്ടി കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ റോജാമോൻ, റോണി, ഷംസു എന്ന് പറഞ്ഞിട്ട് 3 പേര് കൂടി ഉണ്ട്. അതിൻ്റെ അകത്ത് റോജാമോന് വണ്ടി കൊടുത്തു. ഒരു റോജാമോനെ കാര്യങ്ങളൊക്കെ സെറ്റാണ്, അച്ഛനാണ് നിന്റെ ക്യാരക്ടർ, നിനക്ക് ഒരു പണിയില്ല, ജസ്റ്റ് കോളേജ് സേക്രഡ് ഹാർട്ട് കോളേജിൻ്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തുക, നമ്മുടെ നായകൻ ഇവനെ ഡ്രോപ്പ് ചെയ്യുക, നീ വണ്ടി ഓടിച്ചു പോകാം. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്തു, റെഡി, ആക്ഷൻ. സംഭവം വണ്ടി ഫ്രെയിമിൽ വരുന്നില്ല. എല്ലാം കോസ്റ്റ്യൂം ഇട്ട് വണ്ടിയൊക്കെ ഓക്കെയാണ്. വീണ്ടും വണ്ടി വരുന്നില്ല. പിന്നെ റോജാമോൻ എവിടാ, നീ എന്താ വരാത്തെ? എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലടാ. അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആള് കയറി ഇരിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാട് അനുഭവങ്ങൾ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ആക്ച്വലി ടീമിന്റെ ഭാഗമായി സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളുണ്ട്. ഒരുപക്ഷെ ഇത് പ്രീമിയറിംഗിൽ നിങ്ങൾക്ക് വീണ്ടും കാണുമ്പോൾ അതൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടാവും. നമുക്ക് പ്രീമിയറിംഗിലേക്ക് പോവാം. ഡോക്ടർ പറഞ്ഞത് ഒരാളുടെ ബ്ലഡ് കൂടി ഉണ്ടെങ്കിൽ കാര്യം നടക്കുമെന്ന. നിന്റെ ഒന്ന് കൊടുത്തുകൂടെടാ, അച്ഛന് വേണ്ടിയല്ലേ. അങ്ങനെ പറയല്ലേ മോനെ. ഡാ ആ ശരി, നീ നോക്ക്, നീ എപ്പോ വരും? ആ ശരി.
WESCOM says that social is a study of social realities. The academic discipline which deal with the men in their social contexts, which of them have their own features and characteristics. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു. അത്യാവശ്യമായിട്ട് AB നെഗറ്റീവ് ബ്ലഡ് വേണമെന്ന് കണ്ടു. ഓക്കെ ക്യാരി ഓൺ. ഓക്കെ, താങ്ക് യു സർ. ഇപ്പൊ സമയമില്ല, ഞാൻ വരുമ്പോ വൈകും. ഓ ആ ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് അല്ലേ? അതെന്താ സംഭവം? അത്യാവശ്യമായിട്ട് നിന്റെ ബ്ലഡ് ഒന്ന് വേണമായിരുന്നു. റെയർ ഗ്രൂപ്പാ, കിട്ടാനേ ഇല്ല. ഒന്ന് വാടാ. പോടാ, നിനക്ക് വേറെ പണിയില്ലേ? ഒന്ന് വാടാ, ഒരു അത്യാവശ്യം ആയോണ്ടല്ലോ. പോടാ പ്ലീസ് പോ. എന്താടാ ഇത്? വെറുതെ പണി മുടങ്ങാൻ നീ പറ. Now let's take a very short break on Shortcut. അത് ഞാൻ നിന്നെ പറഞ്ഞു. നീ ക്ലാസ് കയറിയില്ലേ? ചോരപ്പ കിടക്കുമായിരിക്കും. ഒരു അത്യാവശ്യത്തിനല്ലടാ, പ്ലീസ്. നിന്നോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. ഓ പറ്റില്ല. Malabar Gold and Diamonds. Shortcut brought to you by Royal Weddings for every Indian bride. Malabar Gold and Diamonds. Chicken, it's my choice. Powered by Kalyan Silks അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്സ്. ശ്രീശാന്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തിരിച്ചെത്തുമോ? ശ്രീശാന്തിന്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രായം എനിക്ക് 30 കഴിഞ്ഞു, 33 അങ്ങോട്ടാവുന്നു. ശ്രീശാന്ത് ഇനി കളിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബാൻ ലിസ്റ്റ് ചെയ്തത്. കൊച്ചിക്കാരുടെ ആതിഥേയത്വം മികച്ചതെന്ന് BCCI വൈസ് പ്രസിഡന്റ് TC മാത്യു. ഇന്ത്യൻ ടീമും വേറെ ടീമും കളിക്കുകയാണെങ്കിൽ ഒരുപോലെ സപ്പോർട്ട് ചെയ്യും. ഡേ നൈറ്റ് മാച്ചസിലാണെങ്കിലും കളി തുടങ്ങുന്ന മുമ്പ് തൊട്ട് സ്റ്റേഡിയം നിറയും. തീരുന്നിടം വരെ ഒരേ സൗണ്ട്. ഇത്രയും നോയ്സി ആയിട്ടുള്ള ക്രൗഡ്, ഇത്രയും വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ക്രൗഡ് ഇല്ല എന്ന് എല്ലാ കമന്റേറ്റേഴ്സും. മറുപടി കാണുക ശനിയാഴ്ച രാത്രി 7 മണിക്ക്. Welcome back to Shortcuts. Back to the premiering.
അത് ഞാൻ നിന്നെ പറഞ്ഞു. എബി. നീ ക്ലാസ്സിൽ കയറിയില്ലേ? ചോരപ്പ കിടക്കുമായിരിക്കും. ഒരു അത്യാവശ്യത്തിനല്ലേടാ, പ്ലീസ്. നിന്നോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. ഓ പറ്റില്ല. ഇതിന് കാശ് വല്ലതും തടയോ? നോക്കാം. അങ്ങനെ നോക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. പറ്റുമോ? ശരി വാ. ഇരിക്കൂ. പേര്? എബി. എബി. വയസ്സ്? 19. ബ്ലഡ് ഗ്രൂപ്പ്? AB നെഗറ്റീവ്. AB നെഗറ്റീവ്. ഓക്കെ. ഡോണർ എത്തിയിട്ടുണ്ട് കേട്ടോ. ശരി. വരൂ. താങ്ക്സ്. പോ. മോനെ. അമ്മ. നീ ഇവിടെ നിന്നാ മതി. വാ. എബിയുടെ ക്ലാസ്മേറ്റാ? അതെ, ഞങ്ങൾ ഒരേ ക്ലാസ്സിലാ. ഞാൻ അവന്റെ ചേച്ചിയാ. അവന്റെ ചേച്ചിയാണല്ലേ? അവനിത് ആർക്ക് വേണ്ടിയാണെന്ന് മറ്റോ പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മറ്റുള്ളവരുടെ പ്രീതി പറ്റാൻ അവൻ പലതും ചെയ്യും. സ്വന്തം അച്ഛന് ചോറ് കൊടുക്കാൻ നിന്റെ ഒന്ന് കൊടുത്തുകൂടെടാ? അച്ഛന് വേണ്ടിയല്ലേ? ഇല്ല, എനിക്ക് തരാൻ പറ്റില്ല. എന്റെ ബ്ലഡോ? ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. കിട്ടിയാ വരാം. നോക്കട്ടെ. ഓക്കെ, ശരി.
ചെയ്തതും തെറ്റെന്ന തിരിച്ചറിവ് എന്നെ അവിടെ വെച്ച് വലിയൊരു പ്രതികരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പക്ഷെ നിസ്സഹായിയായ പരിചിതയായ അവന്റെ അമ്മയെ കണ്ടപ്പോൾ ലോകം മുഴുവൻ എന്നെ പഴിക്കുമ്പോഴും ആരും അറിയാത്ത, ആരും കേൾക്കാത്തൊരു സത്യമുണ്ട്. ഓക്കെ, അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എടുത്തതാണെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ബ്ലഡ് ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് റിലവൻസ് ഉള്ള ഒരു കാര്യമാണ്. ചില റെയർ ഗ്രൂപ്പ്സ്, ഇപ്പം എബി നെഗറ്റീവ്, ഒ നെഗറ്റീവ് പോലുള്ള ഗ്രൂപ്പ്സ് ഒന്നും ഇപ്പം വളരെ റെയർ ആണ്, കിട്ടാനില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിന് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട്. അതുപോലെ അതിനകത്തൊരു ട്വിസ്റ്റ്, നമ്മൾ നായകൻ എന്ന് വിചാരിക്കുന്ന ആൾ വില്ലനാകുകയും വില്ലൻ എന്ന് വിചാരിക്കുന്ന ആൾ നായകനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതൊന്നും അല്ല, ഇവർ രണ്ടുപേരും നായകനും അല്ല വില്ലനും അല്ല, ഇവരുടെ സാഹചര്യമാണ് ഇവരെ അങ്ങനെ ആക്കുന്നതെന്ന് ഒടുവിൽ നമുക്ക് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളൊരു ട്വിസ്റ്റ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു എന്തായാലും. അപ്പോൾ ഇനിയും നിങ്ങളുടെ ആഗ്രഹം ഈ പറഞ്ഞ പോലെ ഒരുപാട് മുന്നോട്ട് പോകാനാണെന്ന് അറിയാം. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും. ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഞങ്ങൾ ഷോർട്ട് കട്ട്സിന്റെ ഭാഗത്തുനിന്നൊരു മൊമെന്റോ നൽകുകയാണ്, അത് സ്വീകരിക്കുക. എ ബി നെഗറ്റീവ് എന്ന ഷോർട്ട് ഫിലിമാണ് ഇന്ന് നമ്മളിവിടെ പ്രീമിയർ ചെയ്തത്. എന്തായാലും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ, ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. വളരെ സന്തോഷം ഇവിടെ എത്തി ഞങ്ങളുടെ ഷോയിൽ പങ്കെടുത്തതിൽ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഷോർട്ട് കട്ട്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഷോർട്ട് ഫിലിം ഈ ഒരു ഷോയിൽ പ്രീമിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഇതാണ്: പ്രൊഡ്യൂസർ, ഷോർട്ട് കട്ട്സ്, ജനം TV, പറയത്ത് ബിൽഡിംഗ്, ഓൾഡ് ബാങ്ക് റോഡ്, ആലുവ 683101. our email ID shortcuts@janamtv.com. ഷോർട്ട് കട്ട്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ നമ്മൾ വീണ്ടും കാണും ഷോർട്ട് കട്ട്സിന്റെ അടുത്ത എപ്പിസോഡിൽ. Till then, it's Dr. Divya signing off from Shortcuts. Malabar Gold and Diamonds. Shortcut brought to you by Royal Weddings for every Indian bride. Malabar Gold and Diamonds.